പ്രിയപ്പെട്ട സ്പോർട്സ് പിച്ച് പ്രേക്ഷകർക്ക് നമസ്കാരം. സഞ്ജു സാംസൺ ആരാധകർക്ക് വളരെ നിരാശാജനകമായ ഒരു മാച്ചാണ് ഇപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പം കഴിഞ്ഞിരിക്കുന്നത്. കണ്ണിട്ട് കണ്ണീറ് കിട്ടി വളരെ നിസ്സാര റൺസിന് സഞ്ജു ഔട്ടായി. വെറും 11 റൺസാണ് സഞ്ജുവിന് അടിക്കാൻ കഴിഞ്ഞത്. അത് തന്നെ വളരെ പ്രയാസകരമായാണ് സഞ്ജു അടിച്ചത്. 15 ബോളുകളിൽ നിന്ന് 2 ബൗണ്ടറികൾ ഉൾപ്പെടെ 73.3 ശരാശരിയിലാണ് സഞ്ജു സാംസൺ 11 റൺസ് അടിച്ചത്. ഈസിയായ ഒരു വിക്കറ്റ് കീപ്പർ ക്യാച്ച് കൊടുത്തുകൊണ്ട് റബാദയുടെ പന്തിൽ സഞ്ജു ഔട്ടാവുകയും ചെയ്തു. തുടർന്ന് തുടരെ വിക്കറ്റുകൾ നഷ്ടമായ CSK വളരെ സ്ലോ പേസിലാണ് പോയിരുന്നത്. ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാഡ് ഫോമിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ്. അതും വളരെ സ്ലോ പേസ് ഇന്നിങ്സ് ആയിരുന്നു. എന്നിരുന്നാൽ കൂടിയും ഋതുരാജ് ഗെയ്ക്വാഡ് 60 പന്തുകളിൽ നിന്ന് 74 റൺസ്, 4 സിക്സറുകളും 6 ബൗണ്ടറികളും അടക്കം നേടി. അതൊരു ആശ്വാസകരമായ കാര്യമാണ്. കാരണം 2 അക്കം പോലും കടക്കാൻ പാടുപെട്ടിരുന്ന ഗെയ്ക്വാഡ് കഴിഞ്ഞ കളിയിലാണ് ഒരു 25 റൺസോ മറ്റോ അടിച്ചത്. ഈ കളിയിൽ ഒരു 50 തികച്ച് തൻ്റെ IPL 2026 ജീവിതത്തിലെ ആദ്യത്തെ 50 അദ്ദേഹം അടിച്ചിരിക്കുന്നത്. 74 റൺസ് ടീമിന് വളരെ നിർണായകമാണ്. കാരണം അടിപതറിയ CSK കരക്കടുപ്പിച്ചു ഒരു വിധത്തിലൊരു മികച്ച സ്കോർ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ ബോളർമാർക്ക് അത്യാവശ്യം പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു സ്കോറിലേക്ക് ഋതുരാജ് എത്തിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും സഞ്ജു സാംസൺ നിൽക്കുമ്പോഴുള്ള ആ ഒരു റൺ റേറ്റോ അല്ലെങ്കിൽ ആ ഒരു ത്രില്ലിംഗ് ഒരു മൂഡൊന്നും ഇന്നത്തെ കളിയിൽ ഉണ്ടായിരുന്നില്ല. CSK ആരാധകർ ഒന്നടങ്കം നിരാശരാണ്. ഇനി ബൗളിംഗ് കൂടി നന്നായി വന്നില്ലെങ്കിൽ വളരെ നിരാശാജനകമായ ഒരു കളിയായിട്ടേ അവരത് വിലയിരുത്തുള്ളൂ. കാരണം ഋതുരാജിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 123.3 ഒരു വൺ ഡേ അല്ലെങ്കിൽ ടെസ്റ്റ് മാച്ച് കളിക്കുന്ന പോലെയാണ് ഋതുരാജ് കളിച്ചത്. എന്നാലും ടീമിനത് വേണമായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഔട്ടായി പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ നിൽക്കണമല്ലോ. ഉർവിസ് പട്ടേൽ ഇന്ന് കയറി, പക്ഷേ കാര്യമായ ചലനം ഉണ്ടാക്കാൻ സാധിച്ചില്ല. 3 ബോളുകളിൽ നിന്ന് 4 റൺസാണ് ഉർവിസ് പട്ടേൽ അടിച്ചത്. ശിവൻ ദുബെ 22 റൺസ് 17 പന്തിൽ. കാർത്തിക് ശർമ്മ 9 പന്തിൽ 15. ഓവർട്ടൺ ആണ് കേട്ടോ ഇതിലും ഏറ്റവും മികച്ച കളി കളിച്ചത്. ഓവർട്ടൺ വളരെ നല്ലൊരു ക്യാമിയോ ആണ് കളിച്ചത്. നേരിട്ട 6 പന്തിൽ 18 റൺസോടുകൂടി 3 ഫോറും 1 സിക്സറും അടക്കം 300 സ്ട്രൈക്ക് റേറ്റ്. നോട്ട് ദ പോയിന്റ്. ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ളത് ഓവർട്ടൺ ആണ്. ആ ഒരു ഓവർട്ടൻ്റെ ആ ഒരു പവർ പ്ലേ മൂഡിലുള്ള ബാറ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു 158 റൺസിലേക്ക് ചെന്നൈ സൂപ്പർ കിങ്സിനെ എത്തിച്ചത്. വളരെ തുഴഞ്ഞായിരുന്നു ഋതുരാജൊക്കെ കളിച്ചിരുന്നത്. പക്ഷേ ഋതുരാജിൻ്റെ ഒരു തിരിച്ചുവരവ് ആശ്വാസകരമാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, സഞ്ജു സാംസൺ കളിച്ചില്ല എങ്കിൽ ഇതാണ് CSKയുടെ അവസ്ഥ. 200 പോലും താണ്ടില്ല. സഞ്ജു സാംസണിൻ്റെ ഇന്നിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ CSK 200 അടിക്കൂ. അതല്ലെങ്കിൽ 200 പോലും താണ്ടാൻ പറ്റാത്തൊരു ടീമായിട്ട് മാറിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, പഞ്ചാബ് കിങ്സും RCB ഒക്കെ ഭയങ്കര കട്ട ഫോമിലാണ്. ആ ഫോമിലേക്ക് ഈ ഒരു പ്ലേ വെച്ചിട്ട് CSKക്ക് എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ ബോളിംഗ് നിരയിലാണ് പ്രതീക്ഷ. ഇനി ഈ ഒരു സ്കോറിനെ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം. എന്നിരുന്നാൽ കൂടി സഞ്ജു സാംസന്റെ ആരാധകർക്ക് വളരെ നിരാശയാണ് സമ്മാനിച്ചത്. സഞ്ജു ഒട്ടും ഒരു കോൺഫിഡൻ്റ് അല്ലായിരുന്നു തുടക്കം മുതലേ. മിഡിൽ ഓഫ് ദ ബാറ്റ് പോലും വരുന്നില്ലായിരുന്നു, എല്ലാം ലീവ് ചെയ്യായിരുന്നു. 2-3 വട്ടം ബട്ട്ലറുടെ കൈകളിലേക്ക് പന്തെത്തി, പക്ഷെ ഒരു ടിപ്പ് ഉണ്ടായില്ല. പക്ഷെ അതിനുശേഷം റബാഡയ്ക്ക് കാര്യം മനസ്സിലായി. റബാഡ എറിഞ്ഞൊരു പന്ത് ഈസി ആയിട്ട് ഒരു വിക്കറ്റ് കീപ്പർ ക്യാച്ചിലൂടെ സഞ്ജുവിനെ പുറത്താക്കുകയാണ് ഉണ്ടായത്. എന്നിരുന്നാലും നല്ലൊരു ഫീൽഡിങ്ങും നല്ലൊരു ബോളിങ്ങും ഒക്കെ കാഴ്ചവെച്ച് 158 റൺസ് ആ ഒരു വിജയലക്ഷ്യത്തെ പിടിച്ച് നിർത്തിയാൽ CSK ഒരു ഗംഭീര ടീം തന്നെയാണെന്ന് സമ്മതിക്കേണ്ടി വരും. ഒരാളും ഫോം ആയിട്ടില്ല, എന്നിട്ടും CSK ജയിച്ചാൽ അതൊരു മഹാസംഭവമായിരിക്കും. ഗുജറാത്ത് ടൈറ്റൻസ് വളരെ മികച്ച ഒരു ടീമാണ്. ഇന്നത്തെ കളി വളരെ നിർണായകമായിരുന്നു. CSKക്ക് 5ാം സ്ഥാനത്തുള്ള CSKക്ക് ഒരു 4ാം സ്ഥാനമൊക്കെ പിടിക്കാൻ പറ്റുന്ന ഒരു കളിയായിരുന്നു. പക്ഷെ ഇങ്ങനെ കൊണ്ടുപോയി എത്തിച്ചത് വളരെ നിരാശാജനകമാണ്. ഞാൻ പറയുന്നു, വീണ്ടും പറയുന്നു, സഞ്ജു സാംസണിന്റെ അഭാവത്തിൽ CSKക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. ബാറ്റിംഗ് നിരക്ക് സഞ്ജു സാംസൺ ഫോം ആയാൽ ടീം ജയിക്കും, നല്ലൊരു സ്കോർ ഉണ്ടാവും. അതല്ലെങ്കിൽ ഇതൊക്കെയാണ് അവസ്ഥ. നല്ലൊരു സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ ഇനിയെങ്കിലും ഇവർക്കൊക്കെ സാധിക്കട്ടെ. ബ്രേവിസും അല്ലെങ്കിൽ അതുപോലെ തന്നെ കാർത്തിക് ശർമ്മയൊക്കെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ല. കാർത്തിക് ശർമ്മ ഒരു വിധത്തിൽ ഒരു 166 സ്ട്രൈക്ക് റേറ്റിലൊക്കെ കളിച്ചു. എന്നിരുന്നാൽ കൂടിയും ഒരു മികച്ച പ്രകടനം സഞ്ജുവിൽ നിന്നല്ലാതെ മറ്റാരും
പുറത്തെടുക്കുന്നില്ല എന്നുള്ളത് ഒരു ശാപമാണ്. ഗെയ്ക്വാഡ് വളരെ മുട്ടി കളിച്ച് ഒരു 50 തികച്ചതിന് ശേഷമാണ് പിന്നീടും അടി തുടങ്ങിയത്. ഒരു 49 പന്തിലെന്തോ ആണ്, 49 ബോൾസിലാണ് ഗെയ്ക്വാഡ് 50 തികച്ചത്. സോ അത്ര ഹാപ്പി അല്ല ആരാധകർ. എന്നിരുന്നാൽ കൂടിയും 158 റൺസ്, 7 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവർ. ഇതാണ് CSK ഗുജറാത്ത് ടൈറ്റൻസിന് മേൽ ഉയർത്തിയിരിക്കുന്ന വിജയലക്ഷ്യം. ഇനി ഗുജറാത്ത് ടൈറ്റൻസ് ഈ ഒരു സ്കോർ മറികടക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു സോ മച്ച്.